ഹേ ഗേൾസ്, ഇപ്പോൾ നമ്മൾ ഇന്നൊന്ന് പുറത്ത് പോവുക കേട്ടോ. ചേച്ചിയുടെയും ചേട്ടൻ്റെ അടുത്തേക്കാണ് പോകുന്നത്, വെന്നൂരുള്ള. അപ്പോൾ അവിടെ പോയിട്ട് വെന്നൂർ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയുള്ള അമ്പലക്കുളത്തിൽ പോയിട്ട് ഒന്ന് നീരാടാം എന്നുള്ളതാണ് പ്ലാൻ കേട്ടോ. അപ്പോൾ ലൈനും അർച്ചനും ഞാനും അല്ലെങ്കിൽ എല്ലാവരും കൂടിയാണ് പോയിട്ടുണ്ടായിരുന്നത്. ആമിക്കുട്ടി ആദ്യം തന്നെ ഒരു ട്യൂബൊക്കെ എടുത്തിട്ടുണ്ട് വെള്ളത്തിൽ ചാടിയിട്ട് അർമാദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആകെ ഒരു പീസ ഉണ്ടായിരുന്നുള്ളൂ. അമ്മുക്കുട്ടീൻ്റെ ആയിരുന്നു. നമ്മൾ വായ്പ വാങ്ങിയിട്ടാണ് പോകുന്നത്. ആമിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ വെള്ളത്തിൽ കളിക്കാനും അല്ലെങ്കിൽ നീന്തൽ പഠിക്കാനൊക്കെ. സോ അവൾ ആദ്യം തന്നെ പോകുന്നുണ്ട്. വഴിയൊന്നും അറിഞ്ഞിട്ടല്ല പോകുന്നത്, പക്ഷെ അവൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഓടി ഓടി പോവുകയാണ്. അങ്ങനെ അമ്മുക്കുട്ടി പോകുന്നുണ്ട് ഗൈഡൻസിനും വേണ്ടിയിട്ട്. അമ്മുക്കുട്ടി ഇവിടെ വന്നിട്ട് ഏകദേശം നീന്തലൊക്കെ പഠിച്ച് സെറ്റായി വരുന്നുണ്ട്. നമ്മളെ കൂടെ അലനും ഉണ്ട് കേട്ടോ. അലൻ കുറച്ച് ബാക്കിലേക്കാണ് നീന്തുന്ന കാര്യത്തിൽ. ഇവിടെ വന്നപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. ബന്ധായിട്ടാണ് തോന്നുന്നു. എല്ലാവരും കുളത്തിൽ ആറാടാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കേട്ടോ. ഇനി മുതല கடலை நரை வந்த பிறகே புரியுது உலகை. நேற்றின் இன்பங்கள் யாவும் கூடியே இன்றை இப்போதை அர்த்தம் ஆக்குதே. இன்றின் இப்போதின் இன்பம் யாவுமே நாளை ஓர் அர்த்தம் காட்டுமே. வாழாயன் வாழ்வை வாழவே தாழாமல் மேலே போகிறேன். தீரா உள்ளூற்றை தீண்டவே இன்றே இங்கே இங்கே இன்றே ஆகிறேன். யாரோ போல் நான் என்னை பார்க்கிறேன். ஏதுமில்லாமலே இயல்பாய் சுடர் போல் தெளிவாய் நானே இல்லாத ஆழத்தில் நான் வாழ்கிறேன். கண்ணாடியாய் பிறந்தே காண்கின்ற எல்லாமும் நான் ஆகிறேன். இரு காலின் இடையிலே உரசும் பூனையாய் வாழ்க்கை போதும் அடடா. எதிர்காணும் யாவுமே தீண்ட தூண்டும் அழகா. நானே நானாயிருப்பேன், நாளில் பூராய் வசிப்பேன். போலே வாழ்ந்தே சலிக்கும் வாழ்வை மறுக்கிறேன். வாகாய் வாகாய் வாழ்கிறேன். வாகாய் வாகாய் ஆகிறேன். காற்றோடு வல்லூர் தான் போகுதே. பாதை இல்லாமலே அழகாய் நிகழே அதுவாய் நீரின் ஆழத்தில் போகின்ற கல் போலவே ஓசையெல்லாம் துறந்தே காண்கின்ற காட்சிக்குள் நான் மூழ்கினேன். திமிலேறி காலை மேல் தூங்கும் காகமாய் பூமி மீது இருப்பேன். புகி போகும் போக்கில் கை கோர்த்து நானும் நடப்பேன். ஏதோ ஏகம் எழுதே ஆழம் தருதே
பிறகே புரியுது உலகை. நேற்றின் இன்பங்கள் யாவும் கூடியே இன்றை இப்போதை அர்த்தமாக்குதே. இன்றின் இப்போதின் இன்பம் யாவுமே நாளை ஓர் அர்த்தம் காட்டுமே. தானே தானே நானினே 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 தானே. അലൻ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ മടിയായിട്ടാട്ടോ അങ്ങനെ കരയിൽ തന്നെ ഇരിക്കുന്ന. അവൻ ലേശം പേടിയുണ്ട്. ആമിക്കുട്ടിനെ നമ്മൾ കരയ്ക്ക് കയറ്റി അതിൻ്റെ സങ്കടം അവളുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയും ചാടണം, ഇനിയും കുളിക്കണം എന്നും പറഞ്ഞിട്ടാണ് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കുളത്തിൻ്റെ ഒരു ഓവറോൾ ലുക്ക് കേട്ടോ. അടിപൊളി കേട്ടോ. നല്ല ഗ്രീനായിട്ടുള്ള വാട്ടർ, നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് പേര് ഇവിടെ കുളിക്കാൻ വരുന്നുണ്ട്. കുട്ടികളും ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും വന്ന് കുളിക്കുന്നൊരു സ്ഥലമാണ് തോന്നുന്നു കേട്ടോ. നമ്മളിവിടെ വന്നിട്ട് മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ വന്നിട്ട് കണ്ടപ്പോൾ നമുക്ക് ഇറങ്ങാനൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടായി. പക്ഷെ നമ്മളെ കൺട്രോൾ ചെയ്തു. അമ്മുക്കുട്ടി ഇപ്പോൾ ഏകദേശം നന്നായിട്ട് നീന്തുന്നുണ്ട് കേട്ടോ. അവൾ ആ ട്യൂബ് ഇട്ടിട്ടാണ് നീന്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൾക്ക് കുറച്ചൊരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ ആമിക്കുട്ടീൻ്റെ സങ്കടം കണ്ടിട്ട് വലിയച്ഛൻ പിന്നെ അവളെ ഒന്ന് വെള്ളത്തിലേക്ക് തന്നെ ഇറക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സന്തോഷമാണ് ഇപ്പോൾ കാണുന്നത്. നല്ല ചിരിയാണ് ചിരിക്കുന്നത്. ഞാൻ വോയിസ് മ്യൂട്ട് ചെയ്തുകൊണ്ടാണ് ആ ചിരിയുടെ വോളിയം നിങ്ങൾക്ക് കിട്ടാത്തത്. അങ്ങനെ ആളൊന്നും കൂടി വെള്ളത്തിനകത്ത് ഇക്ഷ എണ്ണ വരയ്ക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അമ്മുക്കുട്ടി നീന്തുന്നുണ്ട്. ഞാനും ലയനയും കുക്കും കൂടി ഇവിടെ കരയ്ക്കാട്ടോ ഇരിക്കുന്നത്. നമുക്ക് പിന്നെ ഈ വെള്ളത്തിൽ ഇറങ്ങുന്നത് ഇഷ്ടമുണ്ടെങ്കിൽ കൂടി ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഇറങ്ങുന്നത് ഒരു എന്തോ പോലെ തോന്നിയോണ്ട് നമ്മളിവിടെ കരക്കിരിക്കുകയാണ് കേട്ടോ. അലനെ അർജുനൊന്ന് നിർബന്ധിച്ച് നോക്കുന്നുണ്ട്, ഒന്ന് ഇറങ്ങി നോക്കൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആൾ അമ്പിനും വില്ലിനും അടുക്കുന്നേ ഇല്ല. ആമിക്കുട്ടി ഇതുപോലെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. നല്ല ധൈര്യമാണ് ആൾക്ക്. വെള്ളത്തേക്ക് ചാടാനാണെങ്കിലും അതുപോലെ വെള്ളത്തിൽ കിടക്കാനാണെങ്കിലും ഒക്കെ നല്ല ധൈര്യമുണ്ട്. അപ്പോൾ അവൾക്ക് പെട്ടെന്ന് പഠിപ്പിച്ച് കൊടുക്കണം എന്ന് എനിക്കിങ്ങനെ ആഗ്രഹമുണ്ട്. എനിക്ക് നീന്താൻ അറിയില്ല, പക്ഷെ ശ്രുതിക്ക് നീന്താൻ അറിയും കേട്ടോ. അപ്പോൾ ആൾ പഠിപ്പിച്ച് കൊടുക്കാമെന്നും പറയുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് എന്താണെങ്കിലും നീന്തൽ പഠിപ്പിച്ച് കൊടുക്കുന്നത് നല്ലതാണല്ലോ. സോ നമ്മൾ ആ വഴിക്കും ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമ്പലക്കുളത്തിൽ ആറാട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെയാണ് എല്ലാവരും കൂടി കിടന്ന് മറിയുന്നത് ഈ വെള്ളത്തിനകത്ത്. പിന്നെ മഴക്കാലമായതുകൊണ്ടാണ് തോന്നുന്നു ഇത്ര വെള്ളം കിടക്കുന്നത്. പിന്നെ അപ്പുറത്തൊക്കെ ഇങ്ങനെ കരയിലൊക്കെ കണ്ടിട്ട് ചണ്ടിയൊക്കെ ഉണ്ട്. അതായത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചണ്ടിയെല്ലാം വാരിയിടില്ല, അതൊക്കെ അവിടെ അങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ അർജുൻ്റെ പ്ലാനായിരുന്നു നമുക്ക് എവിടെയെങ്കിലും കുളം ഉണ്ടെങ്കിൽ നീന്താൻ വേണ്ടി പോയാലോ എന്നുള്ളത്. അങ്ങനെ കുളം ഉണ്ടെങ്കിൽ എന്നുള്ള ഒരു ചോദ്യം കേട്ടപ്പോൾ എനിക്കിങ്ങനെ വെന്നൂര് പ്രജിയേട്ടനും അമ്മുമൊക്കെ അങ്ങനെ നീന്താൻ പോകുന്നതൊക്കെ അങ്ങനെ ഒരു പറഞ്ഞു കേട്ടുള്ള ഒരു അറിവാണല്ലോ. അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് പരിപാടി പ്ലാനാക്കുകയായിരുന്നു അങ്ങോട്ട് പോവാന്നുള്ളത്. അവിടെ പോയാൽ കുളത്തിൽ നീന്താന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഒഴിവുള്ള ദിവസമായത് നന്നായി. ബന്ധമായതുകൊണ്ട് എല്ലാവർക്കും ഒഴിവായിരുന്നു, അതുകൊണ്ട് അതും ഉപകാരപ്പെട്ടു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പുറപ്പെട്ട് വന്നതാണ് കേട്ടോ. ആമിക്കുട്ടി ഇവിടെ നിന്ന് ഇങ്ങനെ നീന്താൻ പോണ കാര്യം പറയുമ്പോൾ തന്നെ കണ്ണൻ പറയുന്നുണ്ട് അവനും വരണം എന്നുള്ളത്. പിന്നെ അവൻ്റെ അമ്മമ്മയും അമ്മച്ചനൊക്കെ വിരുന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ അവിടെ ഒറ്റയ്ക്ക് നിർത്തി വരണ്ടല്ലോ വെച്ചിട്ട് കണ്ണനെ കൂട്ടാതെയാണ് നമ്മൾ പോയത്. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ആൾക്കൊരു വിഷമം വരും, ആമിയും അമ്മുമൊക്കെ ഇങ്ങനെ അർമാദിക്കുന്നത് കാണുമ്പോൾ. അപ്പോൾ അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അവന് നല്ല വിഷമമാവും എന്നുള്ളത്. പിന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എവിടെ
പോയിട്ട് നീന്തുകയാണെങ്കിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ കളിക്കുകയാണെങ്കിൽ എപ്പോഴും പാരൻസ് വേണം കൂടെ. അല്ലാതെ കുട്ടികൾ ഒറ്റയ്ക്ക് പോയിട്ട് ഒരിക്കലും വെള്ളത്തിൽ ഇറങ്ങരുത് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചൊരു സംഭവമാണ് ഗൈഡൻസ് ഓഫ് പാരൻസ് എന്ന് പറയുന്നത്. അവരില്ലാതെ നമ്മൾ ഒരിക്കലും റിസ്ക് എടുക്കാൻ നിൽക്കരുത്. കാരണം നമ്മൾ അത്രയ്ക്കും ബാഡ് ന്യൂസുകളൊക്കെ കേൾക്കുന്ന ഒരു കാലഘട്ടമാണ്. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രക്ഷിതാക്കളാണെങ്കിലും മക്കൾ എവിടെയാണ് പോകുന്നത്, എങ്ങോട്ടാണ്, കൂടെ ആരാണെന്നുള്ളതൊക്കെ അന്വേഷിച്ചറിഞ്ഞിട്ട് തന്നെ വേണം നിൽക്കാൻ കേട്ടോ. അങ്ങനെ ആമിക്കുട്ടി ഇവിടെ തകൃതിയായിട്ട് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രജേട്ടനാണെങ്കിലും അവളുള്ളതുകൊണ്ട് മെനക്കൊന്നും നീന്താനൊന്നും പറ്റുന്നില്ല. അപ്പം നമ്മൾ വേഗം അവളെ കരയിലേക്ക് കയറ്റാന്നുള്ള പ്ലാനായിട്ടോ. മാത്രമല്ല ഇവിടെ കുളത്തിൻ്റെ അടുത്ത് തന്നെ ഒരു വിൻറ്റേജ് ലുക്കിലുള്ളൊരു ചായക്കട ഉണ്ട് കേട്ടോ. ഇതാണ് ആ ചായക്കട. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ ഒന്നും എവിടെയും കാണാൻ കിട്ടൂലെന്ന് കേട്ടോ എനിക്ക് തോന്നുന്നത്. കാരണം പഴമ അങ്ങനെ നിൽക്കുന്ന ഒരു സംഭവം. പണ്ടത്തെ കാലത്തായിരുന്നു ഇങ്ങനത്തെ ഒക്കെ. അങ്ങനെ അവിടെ കയറി ഒരു ചായയും ഒരു റവ കേക്കും കഴിച്ചു. അമ്മുക്കുട്ടി പാൽച്ചായ കുടിക്കുന്നുണ്ട്. പാൽച്ചായ അല്ല, വെള്ളച്ചായ കുടിക്കുന്നുണ്ട്. ബാക്കിയുള്ള രണ്ടാൾക്കാരും മിഠായിലേക്കാണ് പോകുന്നത്. ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കത്തിയടിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. ഇവിടെ ബാക്കിയുള്ളവരെ കാണുന്നില്ല.